ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ഒരു നഴ്സിംഗ് കോട്ടാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായി 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പല രീതിയിൽ നമ്മൾ നഴ്സിംഗ് കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു കോട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. നഴ്സിംഗ് കോട്ട് സാധാരണ അളവിലുള്ള ഒരു നഴ്സിംഗ് കോട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ്. പിന്നെ വണ്ണം തീർത്തും കുറഞ്ഞവരാണെങ്കിൽ മാത്രം ഷേപ്പ് ചെയ്ത് കൊണ്ടുപോകാറുള്ളൂ. ഇത് ലൂസായിട്ട് കിടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ അളവ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് 28 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ഞാൻ 30 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിങ്ങനെ ഒരു സ്കെയിൽ വെച്ച് ഈ മാർക്ക് ചെയ്ത ഭാഗം യോജിപ്പിച്ചെടുക്കാം. രണ്ട് ഇഞ്ച് മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. അതായത് കോളർ കഴിഞ്ഞ് ഒരു ചെറിയ ഭാഗം കോളറിൻ്റെ താഴെ മടങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അത് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് 2.25 ഇഞ്ച് നെക്ക് ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഇത് നമുക്കൊരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം. ഇവിടെ നിന്നാണ് ഷോൾഡർ എടുക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 8 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. സാധാരണ ചുരിദാറിനൊക്കെ നമ്മൾ 7 ഇഞ്ചാണ്, 7 ഇഞ്ചിൽ കൂടാറില്ല. ഇപ്പം നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് 8.25 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ബ്ലൂ കളർ ചോക്ക് ഉപയോഗിക്കുന്നത്. വൈറ്റ് കളർ തുണിയിൽ ആരും ഇതുപോലെ കളറായിട്ടുള്ള ചോക്കുകളൊന്നും യൂസ് ചെയ്യുന്നതല്ല. കഴുകാൻ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനിപ്പോൾ ബ്ലൂ കളറും അല്ലെങ്കിൽ റെഡ് കളർ ചോക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സാധാരണ ചുരിദാറിനൊക്കെ നമ്മൾ 1/2 ഇഞ്ചാണ് ഷേപ്പ് കൊടുക്കാറ്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ഷേപ്പായിട്ട് കൊടുക്കുന്നത്. അത് നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന്, നെക്ക് വെടുത്തെടുത്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ ചെരിച്ച് വെച്ചാണ് ഷേപ്പ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴേക്കായിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇത് കണ്ടോ, നമ്മൾ 2 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ കോളറിൻ്റെ താഴ്ഭാഗത്തായിട്ട് മടങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം ഇതുപോലെ യോജിപ്പിച്ച് ഈ 7.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെരിച്ച് വെച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് 12 ഇഞ്ചാണ്. ആ 12 ഇഞ്ചിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ ഇവിടെ നമ്മൾ 12 എടുത്തുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് കുറച്ച് 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഹിപ്പ് ലെങ്ത്താണ് എടുക്കുന്നത്. ഹിപ്പ് ലെങ്ത്ത് 22 ആണ്. ആ 22ൻ്റെ സ്ഥാനത്ത്
ഇതുപോലെ 12 ഇഞ്ചാണ് ഇവിടെയും കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കാതെ തന്നെ ഷേപ്പായിട്ട് ഇങ്ങോട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇവിടെ നിന്ന് നേരെ വെച്ച് വരച്ചെടുക്കുന്നു. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് കയറ്റി വെച്ച് മാർക്ക് ചെയ്യണം. കാരണം അത് പടി മടക്കാനും പോക്കറ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കാനും കൂടിയാണ്. അപ്പോൾ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് പോക്കറ്റ് വയ്ക്കുന്നതിനായിട്ട് പോക്കറ്റ് വയ്ക്കണം, ടക്ക് മാർക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് വീതിയിലാണ് ടക്ക് മാർക്ക് ചെയ്യേണ്ടത്. 4.5 ഇഞ്ചിലൊരു പോയിന്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് 11 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. 11 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ നിന്നും ഈ 11 ഇഞ്ച് ലെങ്ത്തിൽ നിന്ന് താഴേക്ക് 12 ഇഞ്ച് വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ 12 ഇഞ്ചിൻ്റെ പകുതിയിൽ, അതായത് 6ൻ്റെ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു 1/2 ഇഞ്ചാണ് ഇതുപോലെ ഇങ്ങോട്ടും 1/2 ഇഞ്ച് ഇങ്ങോട്ടും 1/2 ഇഞ്ച്. അവിടെ നിന്ന് ഇത് കണ്ടോ, ടക്കിലേക്ക് ഇതുപോലെ ടക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് പോക്കറ്റാണ് വേണ്ടത്. പോക്കറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് 2.5 ഇഞ്ചാണ് നീക്കി മാർക്ക് ചെയ്യുന്നത്. രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പോക്കറ്റിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ചാണ് വരുന്നത്. പോക്കറ്റിൻ്റെ വീതിയായിട്ട് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ നമ്മൾ 8.5 ഇഞ്ചായിരുന്നു, ഇവിടെ 6 ഇഞ്ചാണ്. ഇതുണ്ടോ. ഇനി നമുക്ക് ഇങ്ങനൊരു ഷേപ്പാണ് ഈ പോക്കറ്റിന് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് വരുന്ന ഒരു ഷേപ്പാണ് വരേണ്ടത്. ഈ ആം ഹോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ആം ഹോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആം ഹോൾ കർവാണ് ഇതുപോലുള്ളൊരു ഷേപ്പാണ് ഈ പോക്കറ്റിന് നല്ലത്. പക്ഷെ പോക്കറ്റിന് നമ്മൾ വേറെ തുണിയാണ് വെച്ചടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ വരയ്ക്കണേൽ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പോക്കറ്റ് വെട്ടുമ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടക്ക് പോയിൻ്റ് അപ്പുറത്തെ സൈഡിലും കൂടി മാർക്ക് ചെയ്യാം. ഈ സ്ഥാനത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇവിടെ പോയിൻ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു പോയിൻ്റ് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗവും ഇനി ഈ പോയിൻ്റ് തമ്മിൽ യോജിപ്പിച്ചെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്. ഇവിടെയാണ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭാഗം. തയ്ക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്താണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ വെട്ടും. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെച്ച് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ 2 മടക്കുള്ള തുണിയാണ്. ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങോട്ടാണ്, കാരണം ഇത് നമ്മൾ ബാക്കിലും ഒരു തയ്യൽ വരുന്നുണ്ട്, ഓപ്പൺ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് തന്നെയാണ് ബാക്കും കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ട് കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ 30 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. ആ 30 ഇഞ്ചിൽ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം, ഈ മാർക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ 1.5 ഇഞ്ചാണ് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത്. അവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തപ്പോൾ 8 ഇഞ്ചായിരുന്നു എടുത്തത്. ആ 8 ഇഞ്ച് തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. നെക്ക് ലെങ്ത് ആയിട്ട് നമ്മളിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിൽ 1.5 ഇഞ്ച് മതിയാകും. നെക്ക് വിട്ട് നമ്മളിവിടെ എടുത്തതുപോലെ തന്നെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വച്ചതുപോലെ 1.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് ചെരിച്ച് ഒരു ലൈൻ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈക്കുഴി, അതായത് ആം ഹോള് ഇവിടെയാണ് വരേണ്ടത്. ഇതുപോലെ ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് വെച്ച് ബാക്ക് പാർട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടക്ക് ഇടുന്ന ഭാഗവും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ചെറിയ ഒരു ടക്ക് കൊടുത്താൽ മതിയാവും. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ നമുക്കൊരു 8 ഇഞ്ച് കൊടുക്കാം. തയ്യൽ തുമ്പോൾ 8 ഇഞ്ച് മതിയാവും. നമ്മളിങ്ങനെ ഒന്നടിച്ചിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പോക്കറ്റാണ് കട്ട് ചെയ്യേണ്ടത്. പോക്കറ്റ് കട്ട് ചെയ്യാൻ 8.5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അവിടെയും ഇവിടെയും മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് കൂടി നമുക്ക് 9.5 ഇഞ്ച് ലെങ്ത് എടുക്കാം. അതുപോലെ ഇങ്ങോട്ട് 6 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ നമ്മൾ 9.5 ഇഞ്ചായിരുന്നു എടുത്തത്. ഇവിടെ നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അതിനോട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് എടുക്കാം. നേരെയുള്ള പോക്കറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ വരച്ചെടുത്തെന്ന് മാത്രം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടും മടക്കായിട്ട് ഇട്ടതുകൊണ്ട് 2 പോക്കറ്റ് ഒന്നിച്ച് കട്ട് ചെയ്യാൻ സാധിച്ചു. 2 സൈഡിലും 2 പോക്കറ്റായി.
ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് 8.5 ഇഞ്ച് ലെങ്ത്തും ഇവിടെ ഞാൻ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ആം ഹോളിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ബാക്ക് നമ്മൾ കൂടുതൽ കയറ്റി എടുത്തേക്കുന്നതുകൊണ്ട് 12 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് പാർട്ടിന് 10.5 ഇഞ്ച് അല്ലെങ്കിൽ 11 ഇഞ്ചേ വരുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലുള്ള ഭാഗമാണ് എടുക്കേണ്ടത്, 12 ഇഞ്ച്. ആ 12 ഇഞ്ച് ഇതുപോലെ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നിന്നും 4 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യണം. ചുരിദാറിനൊക്കെ നമ്മൾ 3 ഇഞ്ചാണ് താഴ്ത്തി മാർക്ക് ചെയ്യാറ്. ഇത് നമ്മൾ 4 ഇഞ്ചാണ് താഴ്ത്തി മാർക്ക് ചെയ്യുന്നത്. കൈവണ്ണം 6 ഇഞ്ചാണ്. അതിൻ്റെ ലൂസോട് കൂടി 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ 4 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക, ഒരു ലൈൻ കൊടുക്കാം. ആ 4 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത് നമുക്ക് ഇവിടെ നിന്നും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവ് ആയിട്ട് വരുന്നത്. കട്ട് ചെയ്യാം. സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിലുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.